ഹലോ ഓൾ, വെൽക്കം ടു സൈറ ലേണിംഗ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണുള്ളത്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്, കൺവെൻഷൻസ് അങ്ങനെയുള്ള ടൈമിലൊക്കെ ഉപയോഗിക്കും. ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെന്റ്, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരീഡ്, ഒബ്ജക്ടിവിറ്റി, മെറ്റീരിയാലിറ്റി, കൺസർവേറ്റിസം, കൺസിസ്റ്റൻസി, ഫുൾ ഡിസ്ക്ലോഷർ, മാച്ചിങ് കൺസെപ്റ്റ്, റവന്യൂ റെക്കഗ്നിഷൻ, ഡുവൽ ആസ്പെക്ട്, കോസ്റ്റ് കൺസെപ്റ്റ്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് അസംഷൻസ് ഉണ്ട്. ഈ ഗോയിങ് കൺസേൺ പോലെ, ബിസിനസ് എൻറ്റിറ്റി പോലെ കുറച്ച് അസംഷൻസ് ഉണ്ട്. അസംഷൻസിനെയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയാം. നേരെ മറിച്ച് നമ്മൾ ഒരുപാട് കാലമായിട്ട് ഫോളോ ചെയ്യുന്ന കസ്റ്റംസിനെ, ട്രഡീഷൻസിനെ കൺവെൻഷൻസ് എന്ന് പറയുന്നു. ഉപയോഗിച്ചു പോകുന്ന അസംഷൻസിനെ കൺസെപ്റ്റ് എന്നും, ഫോളോ ചെയ്യുന്ന കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് ഫോളോ ചെയ്യുന്ന പ്രാക്ടീസുകളെ, ട്രഡീഷൻസിനെ കൺവെൻഷൻസ് എന്ന് പറയുന്നു. അതിൽ ഒന്നാമതായിട്ടുള്ള കൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്? ഒരു ബിസിനസ്സും അതിന്റെ ഓണറും സെപ്പറേറ്റ് ആണ്, രണ്ടും രണ്ട് എൻറ്റിറ്റി ആണെന്ന് പറയുന്നതിനെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ നമ്മൾ ലയബിലിറ്റി സൈഡിൽ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓണറും ബിസിനസ്സും രണ്ടും രണ്ടാണെന്ന് പറയുന്നത് കൊണ്ടാണ് അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ നമ്മൾ ലയബിലിറ്റി സൈഡ് കാണിക്കുന്നത്. എന്തിനാണ് ബിസിനസ്സിനെയും അതിന്റെ ഓണറിനെയും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഓണറിന്റെ പേഴ്സണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ ഓണറിന്റെ പേഴ്സണൽ അഫയേഴ്സ് കൂടി ബിസിനസ്സിൽ മിക്സ് ആവുകയും നമുക്ക് ബിസിനസ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രൂ വർത്ത് അല്ലെങ്കിൽ ട്രൂ റിസൾട്ട് കിട്ടാതെ വരികയും ചെയ്യും. അതുകൊണ്ട് ഓണർ വണ്ടി മേടിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസറ്റ് വാങ്ങിയാലോ ഇതൊന്നും നമ്മൾ ബിസിനസ്സിൽ കാണില്ല. അപ്പൊ ബിസിനസ്സിൻ്റെത് മാത്രമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ളത്. അടുത്തതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ബിസിനസ് നിയർ ഫ്യൂച്ചറിൽ ഒന്നും ലിക്വിഡേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യില്ല. ഒരുപാട് കാലത്തേക്ക് അതിന്റെ ഓപ്പറേഷൻസ് അത് കണ്ടിന്യൂ ചെയ്തു പോകും എന്ന് പറയുന്ന കൺസെപ്റ്റിനെയാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയാറ്. അതായത് ബിസിനസ് നിയർ ഫ്യൂച്ചറിൽ ഒന്നും വൈൻഡപ്പ് ചെയ്യില്ല, ഒരുപാട് കാലത്തേക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതിനെയാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റ് കാണിക്കുന്നതും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതും. അത് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഫിക്സഡ് അസറ്റ് കാണിക്കുന്നതും അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതും ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഇതെല്ലാം അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നതും ഈ ഒരു കൺസെപ്റ്റിന്റെ മേലാണ്. അടുത്ത കൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മോണിറ്ററി ടേംസിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനെയാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു ഫേമില് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു എംപ്ലോയി ഉണ്ടാവും. ആ എംപ്ലോയി പിരിഞ്ഞു പോകുന്നത് ആ സ്ഥാപനത്തിന് എത്ര തന്നെ നഷ്ടമാണെങ്കിലും നമ്മൾ എവിടെയും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ അത് കാണിക്കില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. മോണിറ്ററി ടേംസിൽ അല്ലെങ്കിൽ നമുക്ക് പണത്തിൽ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. അത് പ്രകാരം ഒരാൾ ജോലിയിൽ പ്രവേശിച്ചാലോ അല്ലെങ്കിൽ അവർ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയാലോ നമ്മൾ അത് എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യില്ല. മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. എപ്പോഴാണ് ഒരു മോണിറ്ററി ട്രാൻസാക്ഷൻ ഇൻവോൾവ് ആവുന്നത്? ഇപ്പൊ ഒരാൾ പിരിഞ്ഞു പോയി ഇപ്പൊ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ക്യാഷ് കൊടുത്തത് നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഇപ്പൊ മോണിറ്ററി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന, സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന കൺസെപ്റ്റിനെയാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയാം. ഇത് പ്രകാരം നോൺ മോണിറ്ററി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുകയില്ല.
അടുത്തത് പറയുന്നത് യൂണിഫോം മെഷർമെന്റ് ആണ്. അതായത് എല്ലാ ട്രാൻസാക്ഷനും ഒരു കോമൺ മോണിറ്ററി യൂണിറ്റിൽ വേണം റെക്കോർഡ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് 2 ഏക്കർ ഭൂമി ഉണ്ടെന്ന് കരുതുക. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലാൻഡ് 2 ഏക്കർ എന്ന് പറഞ്ഞല്ല കാണിക്കുക. എന്താണോ അതിന്റെ മോണിറ്ററി വാല്യൂ, ഇപ്പൊ 2 കോടി രൂപയാണെങ്കിൽ ലാൻഡ് 2 കോടി രൂപ എന്നാണ് കാണിക്കുക. അല്ലാതെ നമ്മൾ 2 ഏക്കർ സ്ഥലം എന്നല്ല കാണിക്കുക. അപ്പോൾ എപ്പോഴും ഫിസിക്കൽ യൂണിറ്റിലല്ല, അതിന്റെ മോണിറ്ററി യൂണിറ്റിൽ വേണം റെക്കോർഡ് ചെയ്യാൻ കൂടി ഉള്ളത് മണി മെഷർമെന്റ് കൺസെപ്റ്റിൽ പറയുന്നു. ഇപ്പൊ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, മോണിറ്ററി ടേംസിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. നോൺ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, എംപ്ലോയീസിന്റെ സ്കില്ല്, കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ, മാർക്കറ്റ് റെപ്യൂട്ടേഷൻ, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ മോണിറ്ററി യൂണിറ്റ്സിൽ വേണം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ. ഇപ്പൊ സ്ഥലമാണെങ്കിൽ നമ്മൾ ഏക്കറോ അല്ലെങ്കിൽ സെന്റ് എന്ന് പറഞ്ഞല്ല കാണിക്കുക, അതിന്റെ വില എത്രയാണോ, 2 കോടിയെങ്കിൽ 2 കോടി, 1 കോടിയെങ്കിൽ 1 കോടി, ആ ഒരു മോണിറ്ററി യൂണിറ്റ്സിൽ വേണം കാണിക്കാമെന്നും ഈ മണി മെഷർമെന്റ് കൺസെപ്റ്റ് പറയുന്നു. അടുത്ത കൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ടൈമിനെയാണ്. ഒരു കമ്പനി 15 വർഷത്തേക്കാണ് ഇത് പെർഫോം ചെയ്യുന്നതെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തല്ല നമ്മൾ അതിന്റെ ഓപ്പറേഷൻ റിസൾട്ട്, പ്രോഫിറ്റ് എന്താണ്, അതിന് എത്രത്തോളം അസറ്റ് ഉണ്ട്, ലൈബിലിറ്റി ഉണ്ട് എന്ന് ചെക്ക് ചെയ്യില്ല. നമ്മൾ ഓരോ കൃത്യമായിട്ടുള്ള ഇടവേളകളിലും അതിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അവർക്ക് എത്രത്തോളം അസറ്റ് ഉണ്ട്, ലൈബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പൊസിഷൻ, ഇത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു ടൈം സ്പാനിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇന്റർവെല്ലിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയാം. ഈ ഒരു ടൈം പീരീഡിലേക്കാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നോർമലി ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഒരു 12 മാസക്കാലമാണ് നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയാം. അപ്പോൾ ഒരു ടൈം സ്പാനിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ അവസാനം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ഈ ഒരു ടൈം സ്പാനിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയാം. യൂഷ്വലി അത് 1 ഇയർ ആണ്. അത് കൂടാതെ ഇന്ററിം റിപ്പോർട്ട്സും പ്രിപ്പയർ ചെയ്യാറുണ്ട്. കൺസിസ്റ്റൻസി ഉറപ്പുവരുത്താനൊക്കെ ഈ പ്രിൻസിപ്പിൾ സഹായിക്കുന്നു. അപ്പം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ആ സ്പാൻ ഓഫ് ടൈമിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത കൺസെപ്റ്റ് ആണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് കൺസെപ്റ്റ് ഇത് പലതവണ പ്രാക്ടിക്കൽ പോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. തിയറി അല്ല, അല്ലാതെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഈ കൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അസറ്റിന്റെ വില എപ്പോഴും കാണിക്കേണ്ടത് അതിന്റെ കോസ്റ്റ് പ്രൈസിലാണ്, അല്ലാതെ കറന്റ് മാർക്കറ്റ് വാല്യൂവിലല്ല. ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപയുടെ ഒരു മെഷീനറി വാങ്ങിയെന്ന് വിചാരിക്കുക. ഇന്ന് മാർക്കറ്റിൽ അതിന്റെ വില 6 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എത്ര ലക്ഷം രൂപയ്ക്ക് തന്നെയാണ് കാണിക്കുക? 5 ലക്ഷം രൂപയ്ക്ക് തന്നെയായിരിക്കും കാണിക്കുക. ഇപ്പൊ മാർക്കറ്റ് വാല്യൂവിലല്ല, അതിന്റെ കോസ്റ്റിൽ വേണം കാണിക്കാൻ, അസറ്റ് കാണിക്കാൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെയാണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയാം. ഇനി ഈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ആവും? ഫോർ എക്സാമ്പിൾ, ഒരു അസറ്റ് വാങ്ങാൻ 5 ലക്ഷം രൂപ വന്നു, അത് ഫാക്ടറിയിലേക്ക് കൊണ്ടുവരാൻ 10,000 രൂപ ചെലവ് വന്നു, ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു 10,000 രൂപ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എത്ര രൂപയിൽ ആ അസറ്റിനെ കാണിക്കണം? ഈ അസറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. 5 ലക്ഷം രൂപയ്ക്ക് കാണിക്കണോ, 5 ലക്ഷം 10,000 രൂപയ്ക്ക് കാണിക്കണോ, അത് 5,20,000 രൂപയ്ക്ക് കാണിക്കണോ എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് അസറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 5,20,000 വേണം അസറ്റിന്റെ വാല്യൂ കാണിക്കാൻ. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കോസ്റ്റ് കൺസെപ്റ്റ് ആണ്. ഒരു അസറ്റ് വാങ്ങുമ്പോൾ അതിന്റെ പർച്ചേസ് പ്രൈസ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ഇൻസ്റ്റാളേഷന് വരുന്ന ചെലവുകൾ, അതായത് ആ അസറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനിലാക്കാൻ എന്തൊക്കെ ചിലവ് വന്നു അതെല്ലാം അതിന്റെ എന്താണ്, കോസ്റ്റ് പ്രൈസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ എക്സാമ്പിള്, അസറ്റിന് 5 ലക്ഷം രൂപ ആയിട്ടേ ഉള്ളൂ, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് ഒരു 20,000 രൂപ കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അസറ്റ് കാണിക്കുമ്പോൾ 5 lakh എന്നുള്ളതല്ല, 5,20,000 എന്നുള്ളതാണ് അതിന്റെ വാല്യൂ ആയിട്ട് കാണിക്കുക. അപ്പൊ കോസ്റ്റ് കൺസെപ്റ്റിൽ ഇത്രേ പറയുന്നുള്ളൂ. എന്താണോ അതിന്റെ കോസ്റ്റ് അതിൽ വേണം കാണിക്കാൻ, അല്ലാതെ മാർക്കറ്റ് വാല്യൂലല്ല. കോസ്റ്റ് എന്ന് പറയുന്നത് അതിന് നമ്മൾ അക്വിസിഷൻ പ്രൈസ്
പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ. അതുപോലെ തന്നെ അസറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കാൻ എന്തൊക്കെ ചെലവുകൾ വന്നു അതെല്ലാം റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത്. കോസ്റ്റ് കൺസെപ്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒബ്ജക്ടിവിറ്റി എന്നുള്ളതാണ്. അതായത് വെരിഫൈ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ഒരു അസറ്റ് വാങ്ങുകയാണെങ്കിൽ അതിന് നമുക്കൊരു റെസീപ്റ്റ് കാണും. ഓരോന്നിനും ഒരു ഡോക്യുമെന്റ് ഉള്ളത് കൊണ്ട് ഒബ്ജക്ടിവിറ്റി എന്നുള്ള എലമെന്റ് കോസ്റ്റ് കൺസെപ്റ്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. വെരിഫൈ ചെയ്യാൻ ഇത് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ റിലയബിളും ആണ്. മാർക്കറ്റ് വാല്യൂലാണെങ്കിൽ അത് സ്ഥിരം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു എവിഡൻസും ഇല്ല. പക്ഷെ കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അത് വെരിഫയബിൾ ആണ്. അതിന് റെസീപ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള എവിഡൻസ് അവൈലബിൾ ആയിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് പറയുന്നത് ഈ ഒരു ട്രാൻസാക്ഷന് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റും ഡെബിറ്റും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കുറഞ്ഞത് രണ്ട് അക്കൗണ്ടിലെങ്കിലും റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റിൽ പറയാം. അപ്പൊ ഒരു ഡെബിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന കൺസെപ്റ്റിനെയാണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയാം. ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ബേസിസും ഈ ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ആണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ് ഈക്വൽസ് ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി എന്നുള്ളതാണ്. അസറ്റ് എപ്പോഴും ലയബിലിറ്റിക്കും ഇക്വിറ്റിക്കും തുല്യമായിരിക്കും. ഇതിന് ഏറ്റവും ബേസിക് ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊക്കെ മൊബൈൽ ഫോൺ മേടിക്കാന്ന് വിചാരിക്കാം. 20,000 രൂപയുടെ മൊബൈൽ ഫോൺ ആണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് ഫോൺ കിട്ടുന്ന അറ്റ് ദ സെയിം ടൈം നമ്മുടെ കയ്യിൽ നിന്ന് 20,000 രൂപ ക്യാഷ് പോകുന്നുണ്ട്. അപ്പൊ ഈ മൊബൈൽ ഫോൺ കിട്ടുന്നതും ക്യാഷ് പോകുന്നതും റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഡബിൾ എൻട്രി ആണ്, അല്ലെങ്കിൽ ഡുവൽ ആസ്പെക്ട് ആണ്. ഒരു ട്രാൻസാക്ഷന് രണ്ട് സൈഡുകൾ ഉണ്ട്. നമുക്ക് മൊബൈൽ ഫോൺ കിട്ടിയ അറ്റ് ദ സെയിം ടൈം നമ്മുടെ കയ്യിൽ നിന്ന് എന്തും പോകുന്നുണ്ട്, ക്യാഷും പോകുന്നുണ്ട്. അപ്പൊ രണ്ട് സൈഡ്സും റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. അപ്പൊ എല്ലാ ഡെബിറ്റിനും ഈക്വൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഉണ്ടാവും എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. താങ്ക് യു.